ഒന്നാമത്തെ ചോദ്യം, ഹു ഹാസ് ലോഞ്ച്ഡ് നേവൽ എക്സസൈസ് സീ ബ്രീസ് ഡ്രിൽസ് ഇൻ ദ ബ്ലാക്ക് സീ വിത്ത് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? യു എസുമായിട്ട് ഏത് രാജ്യമാണ് സീ ബ്രീസ് ഡ്രിൽസ് എന്ന നേവൽ എക്സസൈസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ ഉക്രൈൻ, ഓപ്ഷൻ ബി മോൾഡോവ, ഓപ്ഷൻ സി ബെലാറസ്, ഓപ്ഷൻ ഡി ഹംഗറി. ഓപ്ഷൻ എ ഉക്രൈനാണ് ശരി ഉത്തരം. The joint military exercise Mustafa Kemal Atatürk 2021 has held between which countries? ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ജോയിൻ്റ് മിലിറ്ററി എക്സസൈസ് ആയ മുസ്തഫ കമാൽ അട്ടാട്ടുർക്ക് 2021 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിട്ടാണ്? ഓപ്ഷൻ എ റഷ്യ ആൻഡ് കസാക്കിസ്ഥാൻ, ഓപ്ഷൻ ബി തുർക്കി ആൻഡ് അസർബൈജാൻ, ഓപ്ഷൻ സി ജർമ്മനി ആൻഡ് തുർക്ക്മെനിസ്ഥാൻ, ഓപ്ഷൻ ഡി ഇറ്റലി ആൻഡ് കിർഗിസ്ഥാൻ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. തുർക്കി ആൻഡ് അസർബൈജാനും കൂടിയിട്ടാണ് ഈ ഒരു ജോയിൻ്റ് മിലിറ്ററി എക്സസൈസ് മുസ്തഫ കമാൽ അട്ടാട്ടുർക്ക് 2021 നടത്തിയിട്ടുള്ളത്. ദ ഇന്ത്യൻ ആർമി ഹാസ് ഇഷ്യൂഡ് RFI ടു പ്രൊക്യൂർ ഹൗ മെനി ഫ്യൂച്ചറിസ്റ്റിക് ഇൻഫൻട്രി കോമ്പാക്ട് വെഹിക്കിൾസ്? ഇവിടെ RFI എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ ആണ്. ഓപ്ഷൻ എ 1750, ഓപ്ഷൻ ബി 2000, ഓപ്ഷൻ സി 1400, ഓപ്ഷൻ ഡി 1000. ഓപ്ഷൻ എ 1750 കോമ്പാക്ട് വെഹിക്കിളാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് വൺ ഹാസ് സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർഡ് എൻഹാൻസ്ഡ് പിങ്ക റോക്കറ്റ്? ഏത് ഓർഗനൈസേഷനാണ് എൻഹാൻസ്ഡ് പിങ്ക റോക്കറ്റ് സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ നാസ, ഓപ്ഷൻ ബി ISRO, ഓപ്ഷൻ സി DRDO, ഓപ്ഷൻ ഡി ഡെസ്റ്റോ. ഓപ്ഷൻ സി DRDO ആണ് ശരി ഉത്തരം. ദ ഡിഫൻസ് മിനിസ്ട്രി ഹാസ് സൈൻഡ് എ കോൺട്രാക്ട് വിത്ത് വിച്ച് കമ്പനി ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് 2 പൊല്യൂഷൻ കൺട്രോൾ വെസൽസ് ഫോർ ദ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്? ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടിയിട്ട് 2 പൊല്യൂഷൻ കൺട്രോൾ വെസൽസ് ഉണ്ടാക്കാൻ ഡിഫൻസ് മിനിസ്ട്രി ഏത് കമ്പനിയുമായിട്ടാണ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ മറേഗൺ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, ഓപ്ഷൻ ബി ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, ഓപ്ഷൻ സി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, ഓപ്ഷൻ ഡി കോൺകോർ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഗോവ ഷിപ്പ്യാർഡുമായിട്ടാണ് കരാറ് ഏർപ്പെട്ടത്. എയർ മാർഷൽ വിവേക് റാം ചൗധരി ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ നെക്സ്റ്റ് വൈസ് ചീഫ് ഓഫ് ദ എയർ സ്റ്റാഫ്. ഹി വിൽ സക്സീഡ് ഹോം ടു ടേക്ക് ഓവർ ദ ചാർജ് ഫ്രം ജൂലൈ 2021? ഓപ്ഷൻ എ കരംബീർ സിംഗ്, ഓപ്ഷൻ ബി ഹർജിത് സിംഗ് അറോറ, ഓപ്ഷൻ സി രാകേഷ് കുമാർ സിംഗ് ഭദോരിയ, ഓപ്ഷൻ ഡി അർജൻ സിംഗ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഹർജിത് സിംഗ് അറോറ. Which is the Indian Navy's hydraulic survey ship decommissioned after serving the nation for 40 years? 40 വർഷത്തെ സർവീസിന് ശേഷം ഇന്ത്യൻ നേവിയുടെ ഏത് ഹൈഡ്രോളിക് സർവേ ഷിപ്പാണ് ഡീകമ്മീഷൻ ചെയ്യുന്നത്? ഓപ്ഷൻ എ ദർശക്, ഓപ്ഷൻ ബി സർവേക്ഷക്, ഓപ്ഷൻ സി സന്ദായക്, ഓപ്ഷൻ ഡി ജമുന. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. സന്ദായക്. Who among the following has assumed the charge as the Deputy Chief of Indian Naval Staff? Option A G. Ashok Kumar, option B Ravneet Singh, option C Dinesh K. Tripathi, option D S.R. Sharma. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. റവനീത് സിംഗ്. Which organization has set up a COVID-19 management cell? ഓപ്ഷൻ എ ഇന്ത്യൻ എയർഫോഴ്സ്, ഓപ്ഷൻ ബി ഇന്ത്യൻ ആർമി, ഓപ്ഷൻ സി ഇന്ത്യൻ നേവി, ഓപ്ഷൻ ഡി നാസ്കോം. ഓപ്ഷൻ ബി ഇന്ത്യൻ ആർമിയാണ് COVID-19 മാനേജ്മെൻറ്റ് സെല്ല് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഹൂ ഹാസ് ഗ്രാൻഡഡ് ദ എമർജൻസി ഫിനാൻഷ്യൽ റൈറ്റ്സ് ടു ദ 3 ഡിഫൻസ് സർവീസ്? ഓപ്ഷൻ എ അമിത് ഷാ, ഓപ്ഷൻ ബി രാജ്നാഥ് സിംഗ്, ഓപ്ഷൻ സി നരേന്ദ്രമോദി, ഓപ്ഷൻ ഡി പീയൂഷ് ഗോയൽ. ഓപ്ഷൻ ബി ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ്.
NATO has launched a joint military exercise in which country with thousands of military forces from the United States and other countries? Option A Thailand, option B Ukraine, option C Albania, option D Afghanistan. ഓപ്ഷൻ സി അൽബേനിയാണ് ശരി ഉത്തരം. How many Indian naval ships have been deployed under Operation Samudra Setu 2 to bring medical oxygen cylinders and associated medical equipment from various countries to India? ഇന്ത്യൻ നേവി നടത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു സമുദ്ര സേതു 2. ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം മെഡിക്കൽ ഓക്സിജൻ സിലിണ്ടേഴ്സും പിന്നെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നൊരു ഓപ്പറേഷൻ ആയിരുന്നു. ഈ ഒരു ഓപ്പറേഷനിൽ ഇന്ത്യൻ നേവിയുടെ എത്ര ഷിപ്പുകളാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 11, ഓപ്ഷൻ ഡി 7. ഓപ്ഷൻ ഡി 7 ഷിപ്പുകളാണ് സമുദ്ര സേതു 2 ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുള്ളത്. The Defender Europe 21 is a multinational military exercise being held under the leadership of the US Army with which organizational group? Option A OPEC, option B European Union, option C NATO, option D G20. ഓപ്ഷൻ സി നാറ്റോ ആണ് ശരി ഉത്തരം. ഇന്ത്യൻ ആർമി സൈനഡ് MOU വിത്ത് NAEDO ആൻഡ് വിച്ച് അതർ കമ്പനി ഫോർ ലഡാക്ക് ഇഗ്നൈറ്റഡ് മൈൻസ് പ്രോജക്റ്റ്? ഇവിടെ NADO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ആണ്. ഓപ്ഷൻ എ BPCL, ഓപ്ഷൻ ബി ONGC, ഓപ്ഷൻ സി HPCL, ഓപ്ഷൻ ഡി ടേരി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, HPCL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. The DRDO has conducted a successful maiden test firing of the 5th generation Python 5 missile. The state of the art missile is which type of missile? ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് DRDO സക്സസ്ഫുൾ ആയിട്ട് 5th ജനറേഷൻ Python 5 മിസൈൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു 5th ജനറേഷൻ Python 5 മിസൈൽ എന്ത് തരത്തിലുള്ള മിസൈലാണ്? ഓപ്ഷൻ എ എയർ ടു സർഫേസ് മിസൈൽ, ഓപ്ഷൻ ബി എയർ ടു എയർ മിസൈൽ, ഓപ്ഷൻ സി സർഫേസ് ടു എയർ മിസൈൽ, ഓപ്ഷൻ ഡി സർഫേസ് ടു സർഫേസ് മിസൈൽ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, എയർ ടു എയർ മിസൈൽ. ഫോർ ദ ഫസ്റ്റ് ടൈം വിച്ച് കൺട്രി വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ വരുണ മാരിടൈം എക്സസൈസ്? വരുണ മാരിടൈം എക്സസൈസിൽ ഫസ്റ്റ് ടൈം ആയിട്ട് പങ്കെടുത്തിട്ടുള്ള രാജ്യം ഏതാണ്? ഇപ്പോൾ സാധാരണ ഈ വരുണ മാരിടൈം എക്സസൈസ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ് നടക്കാറുള്ളത്. അത് 1993 മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. സോ ഇതിൽ ആദ്യമായിട്ട് മറ്റൊരു രാജ്യം കൂടെ പങ്കെടുത്തിട്ടുണ്ട്. ഏതാണ് ആ രാജ്യം? ഓപ്ഷൻ എ UAE, ഓപ്ഷൻ ബി USA, ഓപ്ഷൻ സി UK, ഓപ്ഷൻ ഡി ജപ്പാൻ. ഓപ്ഷൻ എ UAE ആണ് ആദ്യമായിട്ട് പങ്കെടുത്തിട്ടുള്ളത്. The 8th edition of the Joint Special Force Exercise Khanjar has kicked off. The annual exercise is held between India and which country? Option A Bahrain, option B Azerbaijan, option C Afghanistan, option D Kyrgyzstan. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ജോയിൻറ്റ് സ്പെഷ്യൽ ഫോഴ്സ് എക്സസൈസ് ആയ ഖഞ്ചാർ ഇന്ത്യയും മറ്റേതൊരു രാജ്യം കൂടിയാണ് നടക്കാറുള്ളത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, കിർഗിസ്ഥാൻ. The Siachen Day is observed every year on 13 April by the Siachen Warriors Brigade to commemorate the launch of Operation Meghadut. In 2021, which edition of the Siachen Day was observed? 2021 എത്രാമത്തെ സിയാച്ചിൻ ഡേ ആണ് ആചരിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ 42, ഓപ്ഷൻ ബി 37, ഓപ്ഷൻ സി 40, ഓപ്ഷൻ ഡി 100. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, 37ാമത്തെ സിയാച്ചിൻ ഡേ ആണ് 2021 ആചരിച്ചിട്ടുള്ളത്. ഇത് ഓപ്പറേഷൻ മേഘദൂതിൻ്റെ 37ാം വാർഷികമാണ്. വാട്ട് ഈസ് ദ തീം ഓഫ് മിലിറ്ററി എക്സസൈസ് ഷാന്തിർ ഒഗ്രോസേന 2021? 2021 ഷാന്തിർ ഒഗ്രോസേന മിലിറ്ററി എക്സസൈസിൻ്റെ തീം എന്തായിരുന്നു? ഓപ്ഷൻ എ റെസ്പോൺസിബിലിറ്റി ഫസ്റ്റ്, ഓപ്ഷൻ ബി പീസ് ആൻഡ് റൈറ്റ്സ്, ഓപ്ഷൻ സി കൺട്രോൾ ദ പീസ്, ഓപ്ഷൻ ഡി റോബസ്റ്റ്
പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, റോബസ്റ്റ് പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ്. ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി ഹാസ് agreed to joint production and export of military hardware? ഓപ്ഷൻ എ USA, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി സൗത്ത് കൊറിയ, ഓപ്ഷൻ ഡി ജപ്പാൻ. ഓപ്ഷൻ സി സൗത്ത് കൊറിയയുമായിട്ടാണ് ഇന്ത്യ എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളത്. The Indian Navy is scheduled to take part for the first time in the naval drill La Paros. The annual Navy exercise is organized by which country? ഇന്ത്യ ആദ്യമായിട്ട് ലാ പറോസ് എന്ന നേവൽ ഡ്രില്ലിൽ പങ്കെടുക്കുകയാണ്. സോ ഈ ഒരു ആനുവൽ എക്സസൈസ് നടത്തുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇസ്രായേൽ, ഓപ്ഷൻ ബി സിംഗപ്പൂർ, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി ഫ്രാൻസ്. ഓപ്ഷൻ ഡി ഫ്രാൻസ് ആണ് ശരി ഉത്തരം. വിച്ച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് ഹാസ് ബീൻ കമ്മീഷൻഡ് ഇൻ ചെന്നൈ? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഏത് ഷിപ്പാണ് ചെന്നൈയിൽ വെച്ച് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ ICGS ശക്തി, ഓപ്ഷൻ ബി ICGS വജ്ര, ഓപ്ഷൻ സി ICGS ചക്ര, ഓപ്ഷൻ ഡി ICGS വൃഷ. ഓപ്ഷൻ ബി ICGS വജ്രയാണ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. The CRPF observed which anniversary on 19th March 2021? മാർച്ച് 19, 2021 CRPFൻ്റെ എത്രാമത്തെ ആനിവേഴ്സറി ആയിരുന്നു? ഓപ്ഷൻ എ 82, ഓപ്ഷൻ ബി 61, ഓപ്ഷൻ സി 75, ഓപ്ഷൻ ഡി 94. ഓപ്ഷൻ എ 82ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു 2021 മാർച്ച് 19 കഴിഞ്ഞത്.